അങ്ങനെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തിനടുത്തായിട്ട് ലാൻഡ് ചെയ്തിട്ടുള്ള ബ്രിട്ടൻ്റെ യുദ്ധവിമാനം F-35 അതിൻ്റെ തകരാറുകളൊക്കെ പരിഹരിച്ച് അടുത്ത ദിവസം തന്നെ തിരിച്ച് പറക്കും എന്നാണ് പറയുന്നത്. നമ്മൾ മുമ്പ് തന്നെ ഒരുപാട് തിയറികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഫ്യൂൽ അങ്ങനെ തീരില്ല, ആവശ്യത്തിന് ഫ്യൂൽ ഉള്ളപ്പോൾ പറക്കും, കൃത്യമായിട്ട് ഫ്യൂൽ കാൽക്കുലേഷനിൽ ഇത് ലാൻഡ് ചെയ്യുന്നത് ഒരുപാട് ഫ്യൂൽ മിച്ചമുള്ളപ്പോഴായിരിക്കും ഇവർ പലവട്ടം ലാൻഡിങ്ങിന് ശ്രമിച്ചത്. എന്നാലും അവിടെ ഫ്യൂലൊന്നും അങ്ങനെ തീരാനുള്ള സാധ്യതയില്ല. JP5 JP10 പോലുള്ള ഫ്യൂലൊക്കെയാണ് ഇതിൽ നാറ്റോ സർട്ടിഫൈഡ് ഫ്യൂൽസാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള തന്നെയാണ് നമ്മളുടെ കയ്യിലുമുള്ള ഏവിയേഷൻ ഫ്യൂൽ, അതായത് ഡിഫൻസിൻ്റെ ഫ്യൂൽ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ്സും ഗ്രേഡ്സും ഒക്കെ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നമ്മളുടേതും ഈ പറയുന്ന UK ഉപയോഗിക്കുന്നതും തമ്മിൽ ചെറിയ നേരിയ വ്യത്യാസമായിട്ടുണ്ട്. 99.9 അതിൽ ഓക്കെ ആണെങ്കിൽ അത് അവർ ഉപയോഗിക്കില്ല, കാരണം നാറ്റോ സർട്ടിഫിക്കേഷൻ വേണം. അങ്ങനെ ഒരു നാറ്റോ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഫ്യൂൽ നിറയ്ക്കാനായിട്ട് തിരുവനന്തപുരത്ത് വന്നിറങ്ങുമെന്ന് വിശ്വസിക്കാനും കഴിയില്ല. വലിയ ബുദ്ധിമുട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മൾ അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് സാങ്കേതിക തകരാറെന്ന് പറയുന്നത്. സാങ്കേതിക തകരാറായിട്ടാണ് ഇത് ഇറങ്ങിയതെങ്കിൽ ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. അവർ പറയുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാൻഡിംഗ് ഗിയറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ലാൻഡിങ്ങിൻ്റെ സമയത്താണ് പ്രശ്നം വന്നതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നം നേരത്തെ ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഇറങ്ങിയത്? ലാൻഡ് ചെയ്തപ്പോഴുണ്ടായ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ലാൻഡിംഗ് ഗിയറിൽ അതിൻ്റെ ടയറിന് കംപ്ലയിൻറ്റ് വന്നത്, അതിൻ്റെ വീലിന് കംപ്ലയിൻറ്റ് വന്നത്. അത് ഇറങ്ങിയതിന് ശേഷമല്ലേ? അപ്പോൾ ഇറങ്ങാനുള്ള കാരണം എന്താണ്? ക്ലൈമറ്റ് ഇന്ധനം തീർന്നതാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ശരി, അങ്ങനെ എടുത്താലും ശരി, കുറേ സമയം ഒരു കപ്പലിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു, ക്ലൈമറ്റ് ഇഷ്യൂ ഇറങ്ങാൻ പറ്റില്ല. ഓക്കെ, ശരി, അങ്ങനെയാണെങ്കിൽ കൂടി ലാൻഡിംഗ് ഗിയറിൻ്റെ ഇഷ്യൂ ഒക്കെ അൺഐഡൻറ്റിഫൈഡ് ടെക്നിക്കൽ ഇഷ്യൂ ആണെങ്കിൽ അവർക്ക് അത് കോംപ്ലിക്കേറ്റഡ് ആണ്, തകരാറുണ്ട്, എഞ്ചിൻ്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ വലിയ സമയം എടുക്കുക ശരിയാക്കാനായിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.